എറണാകുളം തിരുവാണിയൂരിലെ വിദ്യാർത്ഥി ജീവനൊടുക്കിയത് റാഗിങ്ങിനെ തുടർന്നെന്ന് പരാതി. തൃപ്പൂണിത്തറ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥികൾ റാഗ് ചെയ്തെന്ന അമ്മ. ബസ്സിൽ വെച്ചും പീഡിപ്പിച്ചെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഫ്ളാറ്റിൽ നിന്ന് മിഹിർ അഹമ്മദ് ചാടി ജീവനൊടുക്കിയത് ജനുവരി 15-ന്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, അതീവ ഗൗരവതരമായ ഒരു കാര്യം. അമ്മ ഇങ്ങനെ ഒരു ആരോപണം മുന്നോട്ടൊരു പരാതിയുമായി വരുമ്പോൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഇത്തരത്തിലൊരു റാഗിൻ പരാതി നേരത്തെ ഉണ്ടായിരുന്നുവോ? ഇത്തരം സംശയങ്ങൾ ഉണ്ടായിരുന്നുവോ? വിദ്യാർത്ഥി ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യം വീട്ടുകാരുമായി പങ്കുവച്ചിരുന്നോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഷാമിലി, മുൻപ് തന്നെ ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നതാണ്. മെഹറിന്റെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ട് 2 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. എന്നാൽ പോലീസിൽ നിന്ന് തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. മാത്രമല്ല, മെഹർ മരണപ്പെടുന്നതിന് കാരണമായത് എറണാകുളത്ത് തന്നെ ഏറ്റവും വലിയ ടവറായിട്ടുള്ള ചോയ്സ് ടവറിന്റെ 22ാം നിലയിൽ നിന്നാണ് ഈ കുട്ടി ചാടി ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ഈ കുട്ടി മരണപ്പെടാനുള്ള ഒരു കാരണം പറയുന്നത് ഈ കുട്ടിയുടെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. എറണാകുളം നഗരത്തിലെ തന്നെ സമ്പന്നരുടെ മക്കളെല്ലാം പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണിത്. ഇതിനു മുൻപ് ജെയിംസ് എന്ന് പറയുന്ന മറ്റൊരു സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെയും നിന്ന് ഈ കുട്ടിയുടെ പുറത്താക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ചില അധ്യാപകരുടെ ഇടപെടൽ മൂലം അവിടെ നിന്ന് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടതായി വന്നു. നന്നായി ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആ കുട്ടിയായിരുന്നു. അതിൽ നിന്ന് കൂടി ആ കുട്ടിയെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ജെയിംസ് സ്കൂളിൽ നിന്നും അവരുടെ മാനസിക സംഘർഷം താങ്ങാൻ കഴിയാതെയാണ് കുട്ടി ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് എത്തിയത്. എന്നാൽ ഇവിടെ എത്തിയതിനു ശേഷം 1 മാസത്തോളം ഈ കുട്ടി അവിടെ പഠിക്കാൻ വേണ്ടി പോയി. ഇതിനിടയിലാണ് ഈ കുട്ടിയെ പലതവണ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തത്. ഒടുവിൽ ഈ റാഗിങ് സഹിക്കവയ്യാതെ ആ കുട്ടി ഈ പറയുന്ന ചോയ്സ് ടവറിൽ നിന്നും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ കുട്ടി മരണപ്പെട്ടതിന് ശേഷമാണ് ഈ കുട്ടിയുടെ മരണത്തിന് കാരണമായ കുട്ടികളെല്ലാവരും ചേർന്ന് വലിയ രീതിയിൽ ഇതിനെ അധിക്ഷേപിച്ചു. അത് ആ മാതാപിതാക്കൾക്ക് കാണേണ്ടതായി വന്നു. ആ വാട്സപ്പ് ചാറ്റുകൾ മാതാപിതാക്കൾക്ക് ലഭിച്ചു. ആ ആക്ഷേപം എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ അവഹേളിക്കാൻ പറ്റുമോ അവൻ്റെ മരണത്തെ ആ രീതിയിലെല്ലാം അവഹേളിച്ചു എന്നുള്ളതാണ്. 15 വർഷം ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ അത് വായിച്ചിട്ട് നമ്മൾക്ക് പോലും അത് താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ആ മാതാപിതാക്കളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഉള്ളടക്കം എന്തായിരുന്നു? ആ ഉള്ളടക്കത്തിൽ ഒരാളുടെ മരണത്തെ എങ്ങനെയെല്ലാം അവഹേളിക്കാൻ കഴിയുമോ ആ രീതിയിൽ അവഹേളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ കുട്ടി മരണപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വളരെ ലാഘവത്തോടുകൂടി സ്മൈലി എല്ലാം ഇട്ടുകൊണ്ട്, വാട്സപ്പിൽ ഈ ന്യൂ ജനറേഷന്റെ സ്മൈലി എല്ലാം ഇട്ടുകൊണ്ട് മരണപ്പെട്ടു, മരിച്ചു, അവനെന്താ അവന് മരിക്കേണ്ടത് ആവശ്യമാണോ എന്നുള്ള രീതിയിലെല്ലാം സംസാരിച്ചുകൊണ്ടായിരുന്നു ഈ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നു. അത് ഈ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായ ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ വാട്സപ്പ് ചാറ്റിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും അത് സംഭവിച്ചപ്പോൾ അങ്ങനെ ഒരു ആൾക്ക് സംഭവിച്ചപ്പോൾ അതിലെ ഒരു സഹതാപമോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്നതിന് പകരം ആ കാരണക്കാരായിട്ടുള്ള കുട്ടികൾ അത് ആ മരണത്തെ അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. കുട്ടികളാണ്, പക്ഷെ അവരെ തിരുത്തേണ്ട അധ്യാപകരോ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റോ, വിദ്യാസമ്പന്നരായിട്ടുള്ള അധ്യാപകരാണ് ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെല്ലാം ഉള്ളത്. ആ അധ്യാപകർ അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല, മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടില്ല. പകരം ഈ മരണത്തെ ഏതെല്ലാം രീതിയിൽ ഒളിച്ചു വെക്കാൻ കഴിയുമോ, സ്കൂളിന്റെ അതിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതെല്ലാം ഒളിച്ചു വെക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അവിടുത്തെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇത്തരം സ്കൂളുകളിലൊക്കെ ഈ വിദ്യ അഭ്യസിപ്പിക്കുന്ന അധ്യാപകർ അല്പം കരുണയുള്ളവരായിരിക്കണം. കാരണം പൊതുസമൂഹത്തോട് അല്പമെങ്കിൽ പ്രതിബദ്ധത വേണം. അവർ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെയല്ലേ മരണപ്പെട്ടത്. ആ വിദ്യാർത്ഥിയോട് കാണിക്കേണ്ട ഒരു മര്യാദയും ഈ അധ്യാപകരോ സ്കൂളിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ നിന്നും ആ വിദ്യാർത്ഥിയോട് കാണിച്ചിരിക്കുന്ന അനീതി. അത്ര വലിയ അനീതി തന്നെയാണ് ആ പഠിപ്പിച്ച അധ്യാപകരും കാണിച്ചിരിക്കുന്ന അനീതി. ഇവരൊക്കെ വലിയ വിദ്യാസമ്പന്നരാന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ഇവരിൽ നിന്നല്ലേ ഈ കുട്ടികളൊക്കെ ഇത് പഠിച്ചെടുക്കുന്നത്. സ്വാഭാവികമായും ആ കുട്ടികൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്തേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷെ ആ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് തിരുത്തൽ നടപടിയല്ല, പകരം ഇതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ശ്യാമിലി ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ശരി, ജനുവരി 15-നാണ് മിഹിർ അഹമ്മദ് ഫ്ളാറ്റിൽ നിന്നും ചാടി ജീവനൊടുക്കിയത്. അതിനുശേഷം നിലവിൽ ഇപ്പോൾ അമ്മ
മകൻ മരിച്ചത് റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് അമ്മയുടെ പരാതി. അമ്മ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുമുണ്ട്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.